നമസ്കാരം. എക്കാലത്തും എഴുതപ്പെട്ട ഏറ്റവും ഗംഭീരമായ ഇതിഹാസകാവ്യങ്ങളിലൊന്നാണ് ശ്രീ അരവിന്ദന്റെ സാവിത്രി. നമുക്കതിന്റെ ആഴങ്ങളിലേക്കൊന്ന് സഞ്ചരിക്കാം. ശരിക്കും ഈ ഒരൊറ്റ വരി മതി ഈ കവിത നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കാൻ. നമ്മുടെ ജീവിതം ഒരു വിരോധാഭാസമാണ്, ദൈവം അതിന്റെ താക്കോലും. ആലോചിച്ചു നോക്കൂ, മനുഷ്യന്റെ ജീവിതം തന്നെ ഒരു വലിയ പ്രഹേളികയാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ യാത്രയിൽ നമ്മൾ ആ പ്രഹേളികയുടെ ഉത്തരം തേടുകയാണ്. ഒരുപക്ഷേ ആ താക്കോൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോ ഈ കാവ്യം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള ഒരു വിവരണത്തോടെയാണ്. ഒരുപാട് പോരാട്ടങ്ങളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞൊരിടം. കവിതയുടെ തുടക്കത്തിൽ തന്നെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം മുന്നോട്ട് വയ്ക്കുകയാണ്. മരണം, അറിവില്ലായ്മ, ദുരിതം, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ നിയമങ്ങൾ. ഇവിടെ ഇടയ്ക്ക് കിട്ടുന്ന ദിവ്യമായ വെളിച്ചം പോലും പെട്ടെന്ന് മാഞ്ഞുപോകുന്നൊരു ലോകം. അപ്പോ എന്താണ് ഈ ലോകത്തിന്റെയൊക്കെ അടിസ്ഥാനം? കവിത പറയുന്നത് അത് അബോധം അഥവാ ദി ഇൻകോൺഷ്യന്റ് എന്നൊരു ആശയത്തിൽ നിന്നാണ് വരുന്നതെന്നാണ്. അതായത് ദൈവീകമായ ചൈതന്യം ഏറ്റവും കട്ടിയേറിയ ദ്രവ്യത്തിനുള്ളിൽ സ്വയം ഒളിപ്പിച്ചിരിക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ ശൂന്യത. ശരി, അപ്പോ ഈ ലോകം എങ്ങനെയാണുണ്ടായത്? കവിത ഇതിനൊരു അപകടമായിട്ടല്ല, മറിച്ച് ബോധപൂർവമായ ഒരു ദൈവീകമായ ത്യാഗമായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇതൊരു യാദൃച്ഛികമായ സംഭവമല്ല, മറിച്ച് വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തോടെയുള്ള ഒരു ഇറങ്ങിവരവായിരുന്നു. ഭൂമിയിൽ തികച്ചും പുതിയ ഒരുതരം ബോധമുണ്ടാവാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഇരുട്ടിലേക്ക് നടത്തിയ ഒരു യാത്ര. ആ ഒരു അജ്ഞതയുടെ തുടക്കത്തിൽ നിന്ന് ബോധം എങ്ങനെയാണ് പതുക്കെ പതുക്കെ പല പല തലങ്ങളിലൂടെ മുകളിലേക്ക് കയറി വരുന്നതാണ് ഈ കവിത പിന്നെ വിവരിക്കുന്നത്. അതൊരു വലിയ യാത്രയാണ്. ഈ യാത്ര തുടങ്ങുന്നത് ചെറിയ ജീവിതത്തിന്റെ സാമ്രാജ്യങ്ങളിൽ നിന്നാണ്. അതായത് സഹജവാസനകളും അതിജീവനത്തിനുള്ള ത്വരയും മാത്രം നിയന്ത്രിക്കുന്ന ഒരിടം. അവിടെ ബോധം ശരിക്കും പറഞ്ഞാൽ അതിന്റെ പരിമിതികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ നിന്ന് ബോധം പതിയെ വലിയ ജീവിതത്തിലേക്ക് ഉയരുകയാണ്. അത് കുറച്ചുകൂടി ഊർജ്ജസ്വലമായൊരു തലമാണ്. വലിയ ആഗ്രഹങ്ങൾ, ശക്തമായ വികാരങ്ങൾ, മഹത്തായ ആശയങ്ങളൊക്കെയുള്ള ഒരിടം. പക്ഷേ അവിടെയും വിഭജനങ്ങളും പോരാട്ടങ്ങളുമൊക്കെയുണ്ട്. നമുക്കിനി കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിലേക്ക് പോകാം. ലോക ആത്മാവ്. ഇത് ജനനങ്ങൾക്കിടയിൽ ആത്മാവിന് കിട്ടുന്ന ഒരു വിശ്രമസ്ഥലമാണ്. അവിടെ എത്തുമ്പോൾ എല്ലാം ഒന്നായി മാറുന്നു. ലോകവും ആത്മാവും ഒരേ യാഥാർത്ഥ്യമായിത്തീർന്നു. ഈയൊരു പ്രപഞ്ചയാത്രയുടെയെല്ലാം മാനുഷികമായ രൂപമാണ് സാവിത്രിയുടെ കഥ. ഭർത്താവായ സത്യവാന് മരണം വിധിക്കപ്പെട്ട ഒരു ദൈവിക അവതാരമാണ് സാവിത്രി. മരണം സത്യവാനെ കൊണ്ടുപോകാനെത്തുമ്പോൾ സാവിത്രിയും കൂടെ പോകുന്നു. പിന്നെ നടക്കുന്നത് ഈ കാവ്യത്തിലെ ഏറ്റവും ശക്തമായ ഭാഗമാണ്. യാഥാർത്ഥ്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ സംവാദം. മരണത്തിന്റെ നിലപാട് വളരെ ഉറച്ചതായിരുന്നു. ഈ ലോകം ഇങ്ങനെയാണ്, അതിനൊരു മാറ്റവുമില്ല. വേദന, അജ്ഞത, അവസാനം, ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമം. സ്നേഹവും ആദർശങ്ങളുമൊക്കെ കാണാൻ ഭംഗിയുള്ള മിഥ്യാബോധങ്ങൾ മാത്രമാണ്. അവയ്ക്ക് ഒരു ശക്തിയുമില്ല. എന്നാൽ സാവിത്രി ഇതിനെ നേരിടുന്നത് അതിനേക്കാൾ വലിയൊരു സത്യം കൊണ്ടാണ്. അവൾ വാദിക്കുകയാണ് തന്റെ ദൈവീകമായ ഇച്ഛാശക്തിക്കും എല്ലാത്തിനെയും ജയിക്കുന്ന സ്നേഹത്തിനും ഈ ലോകത്തിന്റെ നിയമങ്ങളെ തന്നെ മാറ്റിയെഴുതാൻ കഴിയുമെന്ന്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. നോക്കൂ, ഈ ഒരു താരതമ്യം അവരുടെ വാദങ്ങളെ എത്ര വ്യക്തമാക്കുന്നുവെന്ന്. ഒരു വശത്ത് മരണം പറയുന്നു, പ്രപഞ്ചം ഇങ്ങനെയാണ്, അതിനൊരു മാറ്റവുമില്ല, വേദനയും അജ്ഞതയുമൊക്കെയാണ് നിയമം. മറുവശത്ത് സാവിത്രി പറയുന്നു, അല്ല, ബോധത്തിന് പ്രപഞ്ചത്തെ മാറ്റാൻ കഴിയും, സ്നേഹത്തിന് വിധിയെപ്പോലും തിരുത്താൻ ശക്തിയുണ്ട്. ഇത് വെറുമൊരു തർക്കമല്ല, രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ്. അപ്പോ സാവിത്രിയുടെ വിജയം എന്ന് പറയുന്നത് വെറുതെ ഭർത്താവിനെ തിരികെ കിട്ടുന്നത് മാത്രമല്ല, അത് ഈ ലോകത്തിന് മുഴുവൻ ഒരു പുതിയ സാധ്യത തുറന്നുകൊടുക്കുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്. സാവിത്രിയുടെ വിജയം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ വിധി ഈ ലോകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നതല്ല, മറിച്ച് ഈ ലോകത്തെ തന്നെ ഒരു ദൈവീക ജീവിതമാക്കി മാറ്റുക എന്നതാണ്. അവൾ തിരികെ കൊണ്ടുവന്ന അമൃത് എന്താണെന്ന് ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നോക്കൂ, അവളുടെ വിജയം ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അതൊരു കൂട്ടായ പരിണാമത്തിനുള്ള രൂപരേഖയാണ്. ഈ മനുഷ്യന്റെ മണ്ണിൽ സ്വർഗം സ്വാഭാവികമായി വളർത്താനുള്ള ഒരു വഴി തുറന്നു തരികയാണ് അവൾ. ഈ കവിത അവസാനിക്കുന്നത് എല്ലാം ശുഭമായി എന്ന രീതിയിലല്ല,
മറിച്ച് പരാജയപ്പെട്ടെങ്കിലും രൂപാന്തരം സംഭവിച്ച രാത്രിയുടെ ഈയൊരു ശക്തമായ ചിത്രത്തോടെയാണ്, വരാനിരിക്കുന്ന ഒരു വലിയ ഭാവിയുടെ വാഗ്ദാനം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട്. അവസാനം ഈ കാവ്യം നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ മഹത്തായ ആത്മീയ യാത്രയെ നമ്മുടെ സ്വന്തം ഭാവിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചോദ്യം. എന്തായിരിക്കാം ആ വലിയ പ്രഭാതം നമ്മുടെ ലോകത്തിന് നൽകുന്നത്?